അരണ്ട വെളിച്ചത്തിൽ കുതിരപ്പുറത്ത് വരുന്ന റെഡ് ഇന്ത്യൻ നേതാവ്. അവർക്ക് മുന്നിൽ ഇറാന്റെ പതാകയ്ക്ക് സമീപമായി ഒരു ചുവന്ന ബട്ടൺ. പിന്നെ കാണുന്നത് ലോകത്തെ നടുക്കിയ ദുരന്തങ്ങളിൽ ഇല്ലാതായവരെയാണ്. അവരിൽ ഹിരോഷിമയിലുള്ളവരുണ്ട്, എപ്സ്റ്റീൻ ഫയലിലെ പെൺകുട്ടികളുണ്ട്, മിനാബിലെ സ്കൂൾ വിദ്യാർത്ഥിനികളുണ്ട്, ഗാസയിലെ പിഞ്ചു മക്കളുണ്ട്. അവർക്കെല്ലാം മുന്നിൽ ഇറാന്റെ പതാകയും ഒരു ചുവന്ന ബട്ടണും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ ഇല്ലാതായവരെല്ലാം ഒന്നിച്ച് ആ ചുവന്ന ബട്ടൺ അമർത്തുന്നു. അതോടെ കുതിച്ചുയരുന്ന ഓരോ മിസൈലിലും എഴുതിയിരിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ പേരുകളാണ്. ഈ മിസൈലുകളിൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തകർന്നു വീഴുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു പ്രതികാരം എന്ന മുദ്രാവാക്യം സ്ക്രീനിൽ തെളിയുന്നു. എക്സ്പ്ലോസീവ് മീഡിയ എന്ന ഇറാനിയൻ കൂട്ടായ്മ പുറത്തുവിട്ട ഒരു ലെഗോ വീഡിയോയുടെ ഉള്ളടക്കം ഇതാണ്. ഈ വീഡിയോകൾ വെറും ആനിമേഷൻ അല്ല, അവ ഓരോന്നും പറയുന്നത് ചോര പുരണ്ട ചരിത്രമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഒരു തുള്ളി ചോര പൊടിയാതെ, വെടിയുണ്ടകളോ മിസൈലുകളോ ഇല്ലാതെ ഇറാൻ നടത്തുന്ന ആനിമേഷൻ മീം വാർ. ഗൗരവമേറിയ രാഷ്ട്രീയ സന്ദേശങ്ങളെ കുട്ടികളുടെ കളിക്കോപ്പായ ലെഗോ രൂപങ്ങളിലൂടെയും ആനിമേഷനിലൂടെയും അവതരിപ്പിച്ച് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന സ്വോപ്പഗണ്ട എന്ന തന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ വീഡിയോ ഇതിനകം എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കാലത്ത് അണുബോംബിനേക്കാൾ ശക്തി ആശയങ്ങൾക്കുണ്ടെന്ന തിരിച്ചറിഞ്ഞ് ഇറാൻ നടത്തുന്ന മീം വാർ. അതിനായി തിരഞ്ഞെടുത്തത് കുട്ടികളുടെ കളിപ്പാട്ടമായ ലെഗോ. ഇറാനിലെയും ഗാസയിലെയും കുട്ടികളെ ഇല്ലാതാക്കിയ ആക്രമണങ്ങൾക്ക് പകരമായി കുട്ടികളുടെ ഈ കളിക്കോപ്പ് ഇറാൻ തിരിച്ചുപയോഗിക്കുന്നു. ഏത് മിസൈലിനേക്കാളും ശക്തി ഈ ലെഗോ കട്ടകൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞുള്ള സൈക്കോളജിക്കൽ മൂവ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ട്രംപ് ഭീഷണി തുടർന്നപ്പോൾ അതിനെ ഇറാൻ പ്രതിരോധിച്ചത് ട്രോളുകളിലൂടെയാണ്. താക്കോൽ ചെടിച്ചട്ടിക്കുള്ളിലുണ്ടെന്നും താക്കോൽ കളഞ്ഞുപോയെന്നുമൊക്കെ ഇറാൻ എംബസികളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ കണ്ടപ്പോൾ തമാശയ്ക്കപ്പുറം ഗൗരവമേറിയ രാഷ്ട്രീയ സന്ദേശങ്ങളാണ് ലോകത്തിന് നൽകിയത്. യുദ്ധത്തിന്റെ സ്വഭാവം മാറിയോ? സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഓരോ പോസ്റ്റും, നമ്മൾ ചിരിക്കുന്ന ഓരോ മീമും, ഷെയർ ചെയ്യുന്ന ഓരോ കണ്ടന്റും ഒരു വലിയ കാണാത്ത പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇറാന്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയും ട്രംപിന്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും ഒന്ന് പരിശോധിക്കാം. രണ്ടും രണ്ട് ലോകങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു ഭാഗത്ത് ട്രംപ് വാക്കുകൾ നേരിട്ട് ഉപയോഗിക്കുന്നു, ചിലപ്പോൾ കടുപ്പമായി അത് അതിരുകടക്കുന്നു. റോ എനർജിയും അൺഫിൽറ്റേർഡ് ഇമോഷനുമുള്ള ട്രംപിന്റെ പോസ്റ്റുകൾ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അധികം എഫേർട്ടിന്റെ ആവശ്യമില്ല. ആ പോസ്റ്റുകൾ വായിക്കുമ്പോഴോ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോഴോ ഉടനടി നമ്മുടെ മനസ്സിൽ ഒരു പ്രതികരണം ഉണ്ടാകും. മറുവശത്ത് ഇറാന്റേത് മറ്റൊരു സ്ട്രാറ്റജിയാണ്. അവരുടെ ഭാഷ വ്യത്യസ്തമാണ്. സർക്കാസമാണ് മെയിൻ. അതല്ലെങ്കിൽ ഇന്റലക്ച്വൽ എന്ന് തോന്നുന്ന തരത്തിൽ, അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇന്റൻസായ ഇമോഷൻ അടങ്ങിയ ഉള്ളടക്കം. ഇത് നമ്മുടെ മുന്നിലെത്തുമ്പോൾ ഒന്നുകിൽ കൗതുകം, അതല്ലെങ്കിൽ വൈകാരികമായ അടുപ്പമോ ഇവർ കൊള്ളാമല്ലോ എന്ന തോന്നലോ സ്വാഭാവികമായി ഉണ്ടാകും. ഇറാൻ ആരോടാണ് സംസാരിക്കുന്നത്? ഈ യുദ്ധകാലത്ത് വൈറലായ ഒരു ലെഗോ ആനിമേഷൻ ഇങ്ങനെയാണ്. തിരക്ക് പിടിച്ച ന്യൂയോർക്ക് സിറ്റിയിലെ സ്ക്രീനുകളിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തെളിയുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതോടെ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ കഫിയ ധരിച്ച് തെരുവുകളിലേക്ക് ഇറങ്ങുന്നു. ട്രംപിനും നെതന്യാഹുവിനുമെതിരെ തിരിയുന്നു. ട്രംപ് സംസാരിക്കുന്നത് ഒരു വലിയ ജനവിഭാഗത്തോടാണെങ്കിൽ ഇറാൻ സംസാരിക്കുന്നത് മറ്റൊരു ഓഡിയൻസിനോടാണ്. അവരുടെ ലക്ഷ്യം ആഗോള മനസ്സിൽ സ്ഥാനം നേടുക എന്നതാണ്. ചരിത്രം ഓർമ്മിപ്പിച്ചും പറഞ്ഞും ഒരു നെറേറ്റീവ് രൂപപ്പെടുത്തുക. ലോജിക്കലായും ഇന്റലക്ച്വലായും പറഞ്ഞ് ജനങ്ങളെ ഇംപ്രസ് ചെയ്യിപ്പിച്ച് ചിന്തിപ്പിക്കുക. ലെഗോ ആനിമേഷനുകളും റാപ്പ് സംഗീതവും ചേർത്ത ഇത്തരം വീഡിയോകൾക്ക് കോടിക്കണക്കിന് കാഴ്ചക്കാരാണുള്ളത്. പണ്ട് പത്രത്തിലൂടെയും ന്യൂസ് ചാനലിലൂടെയുമാണ് ആളുകളിൽ വാർത്ത എത്തിയിരുന്നതെങ്കിൽ ഇന്നത് മീമുകളിലൂടെയും ട്രോളുകളിലൂടെയും ഒക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുള്ള മൂവ്. സമകാലിക രാഷ്ട്രീയത്തിന്റെ വിചിത്രമായ യാഥാർത്ഥ്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. സജീവമായി വാർത്തകൾ തിരയുന്നവരല്ല ഈ വീഡിയോകളുടെ ടാർഗറ്റ്. മറിച്ച് യുദ്ധങ്ങളെക്കുറിച്ചോ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ശ്രദ്ധിക്കാത്ത സാധാരണ ഇന്റർനെറ്റ് ഉപയോക്താക്കളിലേക്ക് എത്താനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. പരിചിതമായ ദൃശ്യങ്ങളും സംഗീതവും മീമുകളും കൊണ്ട് ആളുകളെ ആകർഷിക്കുകയും അതിലൂടെ യുഎസിന്റെയും ഇസ്രായേലിന്റെയും രക്തം പുരണ്ട ഭൂതകാലം ആളുകളുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഒരു ട്രോജൻ കുതിരയെപ്പോലെ. പലപ്പോഴും പാശ്ചാത്യ സ്വാധീനമുള്ള വാർത്തകളാണ് വിവരങ്ങളായി നമുക്ക് മുന്നിലെത്തുന്നത്.
ഇറാന്റെ സമ്പന്നമായ ചരിത്രമോ പശ്ചാത്തലമോ അവരുടെ നേതാക്കളുടെ മതപരമായ ബാക്ക്ഗ്രൗണ്ടിനപ്പുറത്ത് കൂടുതലൊന്നും പലർക്കും അറിയില്ല. എന്നാൽ ഈ മീമുകളിലൂടെയും സറ്റയർ പോസ്റ്റുകളിലൂടെയും അവിടെയുള്ളവർ കൾച്ചറലി മാത്രമല്ല അക്കാഡമിക്കലി ബ്രില്യന്റും ദീർഘവീക്ഷണവും ഉള്ളവരാണെന്ന് തെളിയിക്കാൻ കൂടി ഇറാൻ ഈ തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഗൗരവമായ അവതരണത്തെക്കാൾ കോമഡിക്ക് വലിയ പവറുണ്ട്. തമാശയിലൂടെ രാഷ്ട്രീയം പറയുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റും വളരെ വലുതാണ്. രാഷ്ട്രീയം എന്നത് രസകരമായി അവതരിപ്പിക്കപ്പെടേണ്ട ഒന്നാണെന്ന് ധാരണ ഇപ്പോൾ തന്നെ ആളുകളിലുണ്ട്. ആ ധാരണയാണ് ഇറാൻ കൃത്യമായി ഉപയോഗിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള രാഷ്ട്രീയക്കാർ തങ്ങളുടെ പ്രചരണത്തിനായി തമാശകളും മീമുകളും ഉപയോഗിക്കുന്നത് ഇറാൻ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുടെ പോപ്പ് കൾച്ചർ അവർക്കെതിരെ തന്നെ ഇറാൻ ആയുധമാക്കുകയാണ്. ലെഗോ ഡിസൈനുകൾ, റാപ്പ് സംഗീതം, 80കളിലെ പോപ്പ് ഗാനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. അതിനൊപ്പം തന്നെ US-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെയും പ്രൊജക്ട് ചെയ്യുന്നു. ഗൗരവമേറിയ വാർത്തകളെക്കാൾ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരം തമാശ വീഡിയോകൾ കാണുന്നുണ്ട്. യുദ്ധത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവർ പോലും ഇത്തരം വീഡിയോകളിലൂടെ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് സ്വാഭാവികമായും സ്വാധീനിക്കപ്പെടും. സങ്കീർണമായ ജിയോ പൊളിറ്റിക്സും രക്തരൂക്ഷിതമായ ഭൂതകാലവും വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന ഇറാന്റെ ഈ പുതിയ യുദ്ധതന്ത്രം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചാപ്റ്ററാണ്. ചുരുക്കി പറഞ്ഞാൽ ഡിജിറ്റൽ യുദ്ധതന്ത്രത്തിന്റെ പുതിയ മുഖം.